പ്രണയതാണ്ഡവം ഭാഗം 17. രചന സംഭാഷണം രുദ്രപ്രിയ. ഞാൻ കുറേ നേരം ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ അവിടെയൊന്നും ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. അതാണ് നടക്കാമെന്ന് കരുതിയത്. ഇതൊക്കെ കൊണ്ടു ചെന്നിട്ട് വേണം വീട്ടിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ. എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ബാല അത്രയും പറഞ്ഞു. കാറിൻ്റെ ബാക്ക് സീറ്റ് തുറന്നു പിടിച്ച് ആദ്യം നിൽക്കുമ്പോൾ ബാല അവൻ്റെ മുഖത്തും കയ്യിലിരിക്കുന്ന സാധനങ്ങളിലേക്കും നോക്കി. കയറാൻ ഞാൻ തന്നെ വീട്ടിലാക്കാം. ഡോർ തുറന്നു കൊടുത്തിട്ടും മിണ്ടാതെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ആദിക്ക് ദേഷ്യം തോന്നി. സാർ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ, ലേറ്റ് ആക്കേണ്ട, ഞാൻ പതിയെ നടന്നു പൊയ്ക്കോളാം. തന്നോട് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ചോദിച്ചില്ല, ഇങ്ങോട്ട് കയറിയാൽ മതി. പിന്നീട് മറുത്തൊന്നും പറയാൻ ബാലയ്ക്ക് തോന്നിയില്ല. അവൾ വേഗം പിന്നിൽ കയറിയിരുന്നു. ആദ്യ കയറി കാർ വേഗത്തിൽ തിരിച്ച് ബാലയുടെ വീട്ടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നതും അവൾ ധൃതിയിൽ സാധനങ്ങളൊക്കെ പുറത്തേക്കെടുത്ത് വെച്ചു. അവനോടൊരു നന്ദി വാക്ക് പറയണമെന്ന് ബാലയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ ആദി കാറുമായി പോയി കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി വന്ന ജയ കാണുന്നത് സാധനങ്ങളുമായി പകച്ചു നിൽക്കുന്ന ബാലയെയാണ്. അവർ അവളുടെ അടുത്തേക്ക് വന്നു. ആഹാ, മോൾ ഇത്ര പെട്ടെന്ന് പോയി വന്നോ? അവർ പറയുന്നതൊന്നും കേൾക്കാതെ നിൽക്കുന്ന ബാലയെ തട്ടി വിളിച്ചു. നീ എന്താ പെണ്ണെ പകച്ചു നിൽക്കുന്നത്? അവർ സാധനങ്ങൾ കയ്യിൽ കൊള്ളുന്നത് എടുത്ത് പിടിച്ച് ബാക്കി സാധനങ്ങളുമായി ബാല പിന്നാലെ ചെന്നു. ഞാൻ ജയ്യോട് പറയുകയായിരുന്നു, നീ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചുമന്നുകൊണ്ട് വരേണ്ടി വരുമല്ലോ എന്ന്. നീ നടന്നാണോ മോളെ വന്നത്? ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലല്ലോ. ജംഗ്ഷനിൽ കുറേ നേരം ഓട്ടോയ്ക്ക് കാത്തു നിന്നമ്മ ഒടുവിൽ കിട്ടാതെ വന്നപ്പോൾ ഞാൻ സാധനങ്ങളുമായി നടന്നു. അപ്പോഴാണ് മംഗലത്തെ ആദി സാർ ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്നെ കണ്ടത്. പിന്നെ അദ്ദേഹമാണ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അതെന്തായാലും കാര്യമായി. ഇതെല്ലാം വലിച്ചു വച്ച് മോൾക്ക് നടക്കേണ്ടി വന്നില്ലല്ലോ. ആ കൊച്ചിന് ഇത്തിരി മനുഷ്യപ്പറ്റുള്ളവനാണ്. ജയയും സുമയും ഒരുപോലെ പറഞ്ഞു. ബാല വേഗം അടുക്കളയിൽ കയറി കാപ്പിക്കുള്ള വകയുണ്ടാക്കി. പുട്ടും പുഴുങ്ങി സവാളയും ഉരുളക്കിഴങ്ങും എടുത്ത് കിഴങ്ങ് കറിയും ഉണ്ടാക്കി. വേഗം തന്നെ കഴിക്കാനെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ണിക്കുട്ടനും അതിന് തൊട്ട് പിന്നാലെ ലക്ഷ്മിയും വന്നു. അവർക്ക് രണ്ടുപേർക്കുമുള്ളത് പ്ലേറ്റിലാക്കി അമ്മയ്ക്കും ജയമാമിക്കും കഴിക്കാനുള്ളതും എടുത്തുകൊണ്ട് ബാല റൂമിലേക്ക് പോയി. അപ്പോൾ കേൾക്കാം പുറത്തുള്ള ബഹളം. അത് ബാലേച്ചിക്കുള്ളതല്ലേ, ചേച്ചി അതുകൂടി എടുത്താൽ പിന്നെ ബാലേച്ചി എന്ത് ചെയ്യും? ഉണ്ണിക്കുട്ടനാണ് ബഹളം വെക്കുന്നത്. നീ നിന്റെ കാര്യം നോക്കടാ ചെറുക്ക, വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. നിന്റെ ചേച്ചി ഞാനാണ്. ഞാൻ തിന്നോ കുടിച്ചോ അത് അന്വേഷിച്ചാൽ മതി. അല്ലാതെ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നവന്മാരുടെ കാര്യങ്ങളൊന്നും നീ തിരക്കേണ്ട. അത് കേട്ടപ്പോൾ ബാലയ്ക്ക് നെഞ്ചിൽ മുള്ളുകൊള്ളുന്ന വേദന തോന്നി. സുമയും ജയയും അത് കേട്ടു. സുമയ്ക്ക് സങ്കടം വന്ന് നെഞ്ചു വിങ്ങി. എന്നാലും ഇവൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ഇവൾക്ക് കഴിയുന്നു? സുമ ആരോടൊന്നില്ലാതെ പറഞ്ഞു. കുറച്ചു നേരം ബാല അവിടെ തന്നെ നിന്നിട്ട് ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാ ഉണ്ണിക്കുട്ട ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്? ബാല ഉണ്ണിക്കുട്ടൻ്റെ നേർക്ക് ചോദിക്കുമ്പോൾ ലക്ഷ്മി എഴുന്നേറ്റു. നിങ്ങൾ എന്തിനാ അവളിനോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? ഈ വീട്ടിലെ എല്ലാവരെയും അങ്ങ് ഭരിച്ചു കളയാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിന് ലക്ഷ്മി സമ്മതിക്കില്ല. അവൻ എൻ്റെ അനിയനാണ്. അവനെ വഴക്കു പറയാനും തല്ലാനും ഒക്കെ അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്ന് നിങ്ങൾക്ക് എൻ്റെ അനിയനെ ശകാരിക്കുന്നതിന് അധികാരമില്ല. വിരലും ചൂണ്ടി ലക്ഷ്മി ബാലയുടെ നേർക്ക് നിന്നു. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്തതാണ് അപ്പോൾ സംഭവിച്ചത്. ബാലയുടെ വലതു കൈ ലക്ഷ്മിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. ലക്ഷ്മി ഞെട്ടിപ്പോയി. അവളുടെ കവിള് നുറുങ്ങിപ്പോയി. ഇനി ഇമ്മാതിരി തോന്നിവാസം എന്നോട് പറഞ്ഞാൽ അടുത്ത കവിളിൽ ഞാൻ പുകയ്ക്കും. ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ജോലി ചെയ്ത് തഴമ്പിച്ച കൈയായതുകൊണ്ട് ഒരെണ്ണം കിട്ടിയാൽ അത് ഇരിപ്പതാണ്. ഉണ്ണിക്കുട്ടനെ തന്നോട് ചേർത്ത് പിടിച്ച് ബാല അവൻ്റെ തലയിൽ തലോടി. അമ്മ പ്രസവിച്ചെന്നേ ഉള്ളൂ. ഇവനെ നോക്കിയതും വളർത്തിയതുമൊക്കെ ഞാനാണ്. അതിൻ്റെ അധികാരം നിന്നേക്കാൾ കൂടുതൽ എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് മേലിൽ ഈ വക വർത്തമാനം എന്നോട് പറഞ്ഞാൽ, അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന് തന്നെയാണ്. ഒരു വയറ്റിൽ നിന്ന് തന്നെ വന്നതാണ് നമ്മൾ 3 പേരും. പക്ഷേ നിന്നെ ഞാൻ ഇപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ഇനി ബാലയ്ക്ക് ഒരു അനിയൻ മാത്രമേ ഉണ്ടാകൂ, ഉണ്ണിക്കുട്ടൻ. അല്ലാതെ ലക്ഷ്മിക്ക് ബാലയുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. ഒന്ന് ഓർത്തു വെച്ചോ ലക്ഷ്മി. കാണിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ എണ്ണി എണ്ണി കണക്ക് പറയേണ്ട ദിവസം വരും. അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടനെയും കൂട്ടി അവൾ അമ്മയുടെ മുറിയിലേക്ക് കയറി. അത്രയും നേരം ലക്ഷ്മിയുടെ മുന്നിൽ വീറോടുകൂടി നിന്നുവെങ്കിലും അമ്മയെ കണ്ട നിമിഷം ബാല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് വീണു. അവളുടെ ദുഃഖം സുമയ്ക്ക് മനസ്സിലായി.
ലക്ഷ്മിയെയും ഉണ്ണിക്കുട്ടനെയും ജീവനാണ് ബാലയ്ക്ക്. രണ്ടുപേരെയും നോക്കിയത് ബാല തന്നെയാണ്. മോള് കരയാതെ, ഇതൊക്കെ മുകളിൽ ഒരാൾ കാണുന്നുണ്ട്. അമ്മ അവളെ സമാധാനപ്പെടുത്തി. എന്നാൽ ബാലയോടുള്ള അടങ്ങാത്ത പകയുമായി ലക്ഷ്മി മുറിയിലേക്ക് പോയി. അന്നേരത്തെ ദേഷ്യത്തിന് ലക്ഷ്മിക്ക് ഒരു അടി കൊടുത്തുവെങ്കിലും ബാലയ്ക്കത് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വന്നു. ഞാൻ ചെയ്തത് തെറ്റായി പോയോ അമ്മേ? അമ്മയുടെ അടുത്തിരുന്ന് ജോലികൾ ഓരോന്നായി ചെയ്യുമ്പോൾ ബാല ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല കൊച്ചേ, നീ അവളുടെ ചേച്ചിയല്ലേ. അനാവശ്യം പറയുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മളല്ലേ. അവൾക്ക് നേരത്തെ അടിയുടെ കുറവുണ്ടായിരുന്നു. അന്നേരം ഞാനത് കൊടുത്തു വളർത്തിയിരുന്നെങ്കിൽ അവൾ ഇതിന്ന് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ബാലയ്ക്ക് സമാധാനം തോന്നി. അലമാരയുടെ മുന്നിൽ നിന്ന് ചാഞ്ഞും ചരിഞ്ഞു നോക്കുകയാണ് ലക്ഷ്മി. ബാലയുടെ വിരൽപ്പാടുകൾ ഇപ്പോഴും കവിളിലുണ്ട്. 1/2 ഇഞ്ച് കനത്തിൽ പൗഡറും പുട്ടിയും അടിച്ചു പോലും അങ്ങനെ തെളിഞ്ഞു കാണുന്നത്. അത് കാണെ കാണെ അവളുടെ ഉള്ളിൽ ബാലയോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അച്ഛനിങ്ങി വന്നോട്ടെ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് രണ്ടുപേരുടെയും പാത്രത്തിലെടുത്ത് വെച്ചിട്ടും ലക്ഷ്മി അതൊന്നും എടുക്കാതെയാണ് സ്കൂളിൽ പോയത്. അതും കൂടി ആയപ്പോൾ ബാലയ്ക്ക് കരച്ചിൽ വന്നുപോയി. ഒരാഴ്ചയോളമായി കമലം ജോലിക്ക് വന്നിട്ട്, എന്നിട്ടും മോനൂട്ടനുമായോ മംഗളത്തമ്മയുമായോ വലിയ അടുപ്പമൊന്നുമില്ല. എന്നാൽ ആദിയുടെ പിന്നാലെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ അഭിപ്രായം ചോദിച്ചു നടക്കും. ഇതൊക്കെ ശങ്കരനും മംഗളത്തമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്യാൻ ആൾ വരുന്നത് കൊണ്ട് മംഗളത്തമ്മയ്ക്ക് ഇപ്പോൾ കാല് നിലത്തൂന്നി നിൽക്കാമെന്ന അവസ്ഥയായി. മോനൂട്ടനെയും എടുത്തുകൊണ്ട് ഇടയ്ക്കമ്മ വരാന്തയിൽ ചാരുകസേരയിൽ വന്നിരിക്കും. പുറത്തെ കാഴ്ചകളും കിളികളെയും കണ്ട് മോനൂട്ടനും ഏറെ നേരം അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. ഉച്ചയൂണ് കഴിഞ്ഞ് മോനൂട്ടൻ ഉറക്കമായി. മുറ്റത്തൊരു വണ്ടിയുടെ ഒച്ച കേട്ട് കമലം വന്ന് നോക്കുമ്പോൾ മോഡേൺ വേഷമണിഞ്ഞ ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വരുന്നു. ലൂസ് ഷർട്ടും ജീനുമാണ് അവളുടെ വേഷം. മേക്കപ്പ് ഒന്നുമില്ലെങ്കിലും കാണാൻ തന്നെ നല്ല ഐശ്വര്യമുണ്ട്. വന്ന പാടെ കമലത്തെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ അകത്തേക്ക് കയറി. എന്നാൽ കമലത്തിനത് ഇഷ്ടപ്പെട്ടില്ല. ദേ കൊച്ചേ, ഒന്നവിടെ നിന്നേ. ഇതെവിടേക്കാ ചാടിത്തുള്ളി കയറി പോകുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോഴാണ് ഹരിണി കമലത്തെ ശ്രദ്ധിക്കുന്നത്. നിങ്ങളാണോ ഇവിടുത്തെ പുതിയ സെർവൻറ്റ്? എന്തോന്ന്? ഹരിണി പറഞ്ഞത് കമലത്തിന് മനസ്സിലായില്ല. നിങ്ങളാണോ പൊന്നുമംഗലത്തെ ഇപ്പോഴത്തെ ജോലിക്കാരി എന്നാണ് ചോദിച്ചത്. ആ അതെ. അതുകൊണ്ടാണല്ലോ ചോദിച്ചത് എവിടേക്കാണ് ചാടിത്തുള്ളി പുറപ്പെട്ടു പോകുന്നതെന്ന്. ഈ വീട്ടിൽ കയറി വരാൻ എനിക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. അതിനിപ്പോൾ നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരുടെ പെരുമാറ്റവും വസ്ത്രധാരണവും രീതികളും ഒന്നും ഹരിണിക്കിഷ്ടമായില്ല. അവരെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് നേരെ മംഗളത്തമ്മയുടെ മുറിയിലേക്ക് പോയി. ഹരിണിയെ കണ്ടപ്പോൾ മംഗളത്തമ്മ പുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്നു. ഇതാരാ വന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു വന്നിട്ട് ഇത്ര നാളായിട്ട് മോൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന്. സമയം കിട്ടണ്ടേ അമ്മേ, ജോലി തിരക്കുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ഇവിടെ എത്തിയ കാര്യം ഞാൻ ഈ അടുത്താണ് ഏട്ടൻ പറയുമ്പോൾ അറിയുന്നത്. ആദ്യം നിന്നെ വിളിച്ചില്ലായിരുന്നോ മോളെ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആദി എന്നെ വിളിക്കുമെന്ന്? ആ ചോദ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം മംഗലത്തമ്മയ്ക്ക് മനസ്സിലായി. അമ്മയുടെ അടുത്ത് കിടക്കുന്ന മോനൂട്ടന്റെ നെറ്റിയിൽ ഹരിണി ചുണ്ടു ചേർത്തു. മംഗലത്തമ്മ അവളെ നോക്കിയിരുന്നു. അവൾക്ക് ആദിയോടുള്ള ഇഷ്ടം നേരത്തെ മനസ്സിലാക്കിയതാണ്. ആദിയുടെ പാതിയായി അവൾ ഈ വീട്ടിലേക്ക് വരണമെന്ന് താനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആദിക്കത് ഇഷ്ടമല്ലെന്നറിഞ്ഞപ്പോൾ ഒരു നോക്കുകൊണ്ട് പോലും ആ പെൺകുട്ടിക്ക് പ്രതീക്ഷ കൊടുക്കാൻ മംഗലത്തമ്മയും തയ്യാറല്ലായിരുന്നു. അവളുടെ വേദന കൂടി കാണാൻ വയ്യ. കുറച്ചുനേരം മംഗലത്തമ്മയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് കമലൻ ചായയുമായി അകത്തേക്ക് വന്നത്. ഹരിണിയുടെ കയ്യിൽ ചായ കൊടുത്ത് അലക്കുവാനുള്ള തുണികളെല്ലാം പെറുക്കുമ്പോഴാണ് പുറത്ത് ആദിയുടെ കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും ശങ്കരനോട് സംസാരിക്കുന്ന ഒച്ച കേട്ടം. ഉടനെ തന്നെ തുണികളെല്ലാം താഴെ ഇട്ടുകൊണ്ട് കമലം പുറത്തേക്ക് പോകാൻ തുടങ്ങി. നീ എന്താ കമലൻ തുണികൾ അലക്കുന്നില്ലേ? അല്ല, ആദി സാർ വന്നു, സാറിനുള്ള ചായ. ആദിക്കുള്ള ചായ ഹരിണി എടുത്തു കൊടുത്തോളും. നീ അലക്കാനുള്ള തുണിയും എടുത്ത് അകത്തേക്ക് പോ. മംഗലത്തമ്മ പറയുമ്പോൾ പിറുപിറുത്തുകൊണ്ട് തുണികളും വാരി കമലം പുറത്തേക്കിറങ്ങി. മോള് ചെന്ന് ശങ്കരന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി ആദിക്ക് കൊടുക്ക്. അത് കേൾക്കാൻ കാത്തിരുന്ന എന്ന വണ്ണം ഹരിണി കിച്ചണിലേക്ക് പോയി. ആഹാ, കുഞ്ഞാണോ വന്നത്? ഞാൻ ആദിക്കുഞ്ഞിനെ ഈ ചായ കൊടുത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് കരുതി. ഇങ്ങി തന്നേക്ക് ശങ്കരേട്ട, ഞാൻ ചായ കൊണ്ട് കൊടുക്കാം. അത് വേണ്ട കുഞ്ഞെ. ആദിക്കുഞ്ഞ് മുകളിലേക്ക് പോയപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, ചായ ഞാൻ കൊണ്ടുകൊടുത്താൽ മതിയെന്ന്. കുഞ്ഞിൻ്റെ വണ്ടി പുറത്തിരിക്കുന്നത് ആദിമോൻ കണ്ടിട്ടുണ്ട്. എന്നോട് പറയുന്നതല്ലേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. മോൾക്ക് ശങ്കരേട്ടനോട് ദേഷ്യം തോന്നരുത്. ശങ്കരേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് നെഞ്ചിൽ കത്തി കൊണ്ട് പോറുന്നത് പോലെ തോന്നി. എങ്കിലും അവൾ അയാളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നു. ഞാൻ ഇറങ്ങുന്നു ശങ്കരേട്ട. അമ്മ ചോദിക്കുന്നെങ്കിൽ പറഞ്ഞാൽ മതി.
അയാളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഹരിണി വേഗം പുറത്തേക്ക് പോയി. ഹരിണിയുടെ സ്കൂട്ടർ അകലുന്നത് നോക്കി നിന്ന് ശങ്കരൻ ചായയുമായി മുറിയിലേക്ക് പോയി. എന്തിനാ കുഞ്ഞെ എന്നോട് ഇങ്ങനെയൊരു ദ്രോഹം ചെയ്യാൻ പറഞ്ഞത്? ആ കൊച്ച് മനസ്സുടഞ്ഞാണ് പോയത്. ഒരിക്കലും എനിക്ക് അവളെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല ശങ്കരേട്ട. എന്ന് ഞാൻ അവളെ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾ പുറത്തേക്ക് പോകുന്നത് കമലം കണ്ടായിരുന്നു. പോയോ മാരണം, ഓരോന്ന് വന്ന് കയറിക്കോളും മനുഷ്യൻ്റെ സമാധാനം കളയാൻ. കമലൻ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ലക്ഷ്മി തിരികെ വരുമ്പോൾ ബസ്സിൽ അവൾക്കൊപ്പം ബീനയും ഉണ്ടായിരുന്നു. നിന്റെ മുഖമെന്താടി ഇങ്ങനെ ഇരിക്കുന്നത്? അവളുടെ കവിളിലെ പാടിലൂടെ വിരലൊടിച്ചുകൊണ്ട് ബീന ചോദിച്ചു. ലക്ഷ്മി അന്നേരം അവളുടെ കൈ തട്ടി മാറ്റി മുഖം ചിതിരിച്ചു. എന്താടി കാര്യം, എന്താണെന്ന് പറ. ബീന വിടാനുള്ള ഭാവമില്ലായിരുന്നു. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നീ ആവശ്യമില്ലാതെ തലയിടരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ല. എടുത്തടിച്ചതുപോലെയുള്ള ലക്ഷ്മിയുടെ വർത്തമാനം കേട്ടപ്പോൾ ബീനയ്ക്ക് നാണക്കേട് തോന്നി. ഇതെന്തൊരു സ്വഭാവമാണ്, ഈ പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൾ പിറുപിറുത്തു. ജെയ്സൺ ബീനയുടെ മുഖത്ത് നോക്കി എന്താണ് കാര്യമെന്ന് ചോദിച്ചെങ്കിലും അവൾ ഒന്നുമില്ലെന്ന മട്ടിൽ മുഖം തിരിച്ചു. ഇന്നാണ് അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. നേരത്തെ പ്രസിഡന്റിനോട് ഒരു ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി തരാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണിക്ക് ഓട്ടോറിക്ഷ എത്തി. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു. ലക്ഷ്മി പിന്നെയും വൈകുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഉണ്ണിക്കുട്ടനോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ജയ സുമയെയും പിടിച്ച് ഓട്ടോറിക്ഷയിലേക്ക് കയറി. പിന്നാലെ തന്നെ കയ്യിലൊരു പേഴ്സുമായി ഹോസ്പിറ്റലിൽ നിന്നും വന്നതിൽ പിന്നെ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്ന് കാണാനുള്ള അപ്പോയിൻമെൻറ്റ് പ്രസിഡന്റ് നേരിട്ട് വാങ്ങിക്കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് അമ്മയെയും കൊണ്ട് ഡോക്ടറുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയത്. അവിടുന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് ഡോക്ടറുടെ വീട്ടിലേക്ക്. ക്ലിനിക്കും അതിനോട് ചേർന്ന് വീടുമായുള്ള സെറ്റപ്പാണ്. ഏകദേശം 40 വയസ്സിന് മേൽ പ്രായമുള്ള ഒരാൾ. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തതുകൊണ്ട് തന്നെ വന്ന ഉടനെ അവർക്ക് കയറി കാണാൻ കഴിഞ്ഞു. ഡോക്ടറുടെ സഹായത്തിനായി ക്ലിനിക്കിൽ ഒരു നഴ്സും കൂടിയുണ്ട്. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചത് ബാലയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരോട് 2 പേരോടും പുറത്തിരിക്കാൻ ഡോക്ടർ പറഞ്ഞു. ആ നേഴ്സ് തന്നെയാണ് ഡ്രസ്സ് ചെയ്തിരുന്ന കാലിൽ നിന്നും ബാൻഡേജ് ഒക്കെ അഴിച്ചു മാറ്റി സ്റ്റിച്ചുകളൊക്കെ ഉണങ്ങാനുണ്ട് എങ്കിലും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ക്ലീൻ ചെയ്ത് മരുന്നും വെച്ച് കെട്ടി കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ് മാറ്റി പുതിയ ടാബ്ലറ്റും കൊടുത്തു. നഴ്സ് വന്ന് വിളിക്കുമ്പോൾ 2 പേരും അകത്തേക്ക് ചെന്നു. പേടിക്കാനൊന്നുമില്ല, മരുന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. പോകുമ്പോൾ അതുകൂടി വാങ്ങിക്കൊണ്ട് പോകണം. അടുത്ത തവണ വരുമ്പോഴേക്കും ഏകദേശം അമ്മ ഓക്കെ ആവും. അവളുടെ മുഖത്തെ വിഷമം കണ്ടിട്ടെന്നവണ്ണം ഡോക്ടർ പറയുമ്പോൾ ബാല അയാളെ നോക്കി ചെറുതായി ചിരിച്ചു. ഡോക്ടർക്ക് കൊടുക്കുന്നതിനായി 1000 രൂപ പേഴ്സിൽ നിന്നും എടുത്ത് അവൾ മേശപ്പുറത്തേക്ക് വച്ചെങ്കിലും അയാൾ അതിൽ നിന്നും 500 രൂപ എടുത്ത് 500 രൂപ തിരികെ അവളെ ഏൽപ്പിച്ചു. അത് കണ്ടപ്പോൾ ബാല ജയയെ നോക്കി. 2 പേരുടെയും മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ഇടപെട്ടു. എൻ്റെ ഫീസ് 500 രൂപയാണ്, അത് ഞാൻ എടുത്തു. അതല്ല ഡോക്ടർ, പ്രസിഡന്റ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു 1000 രൂപയാണ് കൺസൾട്ടിങ് എന്ന്. മടിച്ചാണെങ്കിലും ബാല അത്രയും പറഞ്ഞു. എന്തായാലും ഇപ്പോൾ എനിക്ക് 500 രൂപ മതി. ഡോക്ടർ അത്രയും പറഞ്ഞപ്പോൾ പിന്നെ 3 പേരും അവിടെ നിന്ന് എഴുന്നേറ്റു. ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു വിടാത്തത് കൊണ്ട് തന്നെ ആ ഓട്ടോയിൽ അവർക്ക് തിരികെ പോകാൻ സാധിച്ചു. മുറ്റത്ത് വാഹനം വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ ലക്ഷ്മി പുറത്തേക്ക് വന്നു. ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ടപ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. ജയ്ക്കത് കണ്ടപ്പോൾ വിറഞ്ഞു കയറി. എൻ്റെ പൊന്നുമോളെ, ഞാൻ വരുന്നില്ല, നീ അമ്മയെ പതിയെ പിടിച്ചുകൊണ്ട് പോ. എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോൾ വിറഞ്ഞു കയറും. ഞാൻ പിന്നെ വല്ലതും വിളിച്ച് പറഞ്ഞു പോകും. ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ, ചവിട്ടിത്തുള്ളി പറഞ്ഞുകൊണ്ട് ജയ പോയി. ബാല അമ്മയെയും പിടിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ലക്ഷ്മിയുടെ റൂമിൽ പാളി നോക്കി. കീപാഡ് ഫോണുമായി കിടക്കുന്നുണ്ട്. ആരെയോ വിളിക്കുന്നു. പതുങ്ങിച്ചിരിക്കുന്നു. ബാലയുടെ ഉള്ളിൽ ഒരു 100 സംശയങ്ങൾ മുളപൊട്ടി. അമ്മയെ അകത്ത മുറിയിൽ കൊണ്ടുചെന്നാക്കി ബാല ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നു. എപ്പോഴാ മോനെ ലക്ഷ്മി വന്നത്? അവളുടെ മുറിയിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ബാല ചോദിച്ചു. നിങ്ങൾ വരുന്നതിന് കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ ബാലേച്ചി. പോളിടെക്നിക്കിൽ വിടുമ്പോൾ എന്തായാലും 4 മണിയാവും. ഇപ്പോൾ അവൾക്ക്
3/4 മണിക്കൂർ കൊണ്ട് വീടെത്താമല്ലോ. ഇതെന്താ ഇത്രയും സമയം? അവൾ നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? എന്താ ഇത്രയും താമസിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നെ ദേഷ്യത്തിൽ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. മോൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? ലക്ഷ്മി ചേച്ചിയോട് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. പിന്നെ ഞാൻ തനിയെ എടുത്തു കഴിച്ചു. അവൻ്റെ മുടിയിലൂടെ ഉടച്ചു വിട്ടുകൊണ്ട് ബാല നേരെ ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോയി. അപ്പോഴും കമിഴ്ന്നു കിടന്ന് കാലുകൾ ഉയർത്തി ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി. ബാല മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവൾ വേഗം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റിരുന്നു. ബാല കയ്യും കെട്ടി അവളുടെ മുന്നിൽ നിന്നു. നീ എന്താ ഇന്ന് ഇത്രയും വൈകിയത്? അവളുടെ സംസാരത്തിലെ ഗൗരവവും അടിയുമൊക്കെ ഓർത്തപ്പോൾ ലക്ഷ്മി അറിയാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ബാല ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കേണ്ടി വന്നു. ബസ് ലേറ്റായിരുന്നു, അതുകൊണ്ട് താമസിച്ചു. അതിനിങ്ങനെ പോലീസ് മുറിയിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയൊന്നും വേണ്ട. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. കൂടുതൽ ഭരിക്കാനൊന്നും വരേണ്ട. അങ്ങനെ തോന്നിയതുപോലെ നിന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ? ബാലയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോലെ നിന്നു. ഇതെന്തൊരു ശല്യമാണ്. വീട്ടിൽ നിന്ന് ഒരു സ്വൈര്യവും തരില്ല. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ ബാല ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ ലക്ഷ്മി വാതിൽ വലിച്ചടച്ചു. ബാല നേരെ അമ്മയുടെ അടുത്തേക്കാണ് ചെന്നത്. അമ്മയെല്ലാം കേട്ടുകൊണ്ട് ബാലയുടെ അടുത്തേക്ക് വന്നു. മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ വേഗം ഫോൺ എടുത്തു. ആദിയുടെ നമ്പറാണെന്ന് കണ്ടപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ സാർ. അവളുടെ ശബ്ദം ചെവിയിൽ പതിച്ചപ്പോൾ ആദി കുറച്ച് സമയം ഒന്നും മിണ്ടാതെ നിന്നു. സാർ കേൾക്കുന്നുണ്ടോ? ഹലോ. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നില്ല. നില്ലേ കൊണ്ടുപോയോ? ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ ബാലയ്ക്ക് അതിശയം തോന്നി. കാരണം അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അടുത്ത ആഴ്ച കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുവരെ കൃത്യമായി ഓർത്തു വെച്ചിരുന്നല്ലോ എന്ന്. അവളുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കേൾക്കാതെ ആയപ്പോൾ കാർത്തി ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായോ എന്നാണ് ഞാൻ ചോദിച്ചത്. നീ മറുപടി പറഞ്ഞില്ല. കൊണ്ടുപോയി സർ. ഞാൻ ഡോക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നീ എത്തിയില്ലെന്നാണല്ലോ പറഞ്ഞത്. അത് രാവിലെ OPയിൽ കൊണ്ടുപോയില്ല. കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഇപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. ഡോക്ടർ എന്തു പറയുന്നു? മെഡിസിൻ മാറ്റി എഴുതി ഡ്രസ്സ് ചെയ്തു. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അതറിയാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നീട് ഇരുവരും നിശബ്ദമായിരുന്നു. ബാലയ്ക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. മോനൂട്ടന് സുഖമാണോ? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. സുഖമാണ്. മംഗളത്തമ്മ അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങിയതിൽ പിന്നെ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ പതിയെ എഴുന്നേറ്റ് നടക്കും. പിന്നെയും കുറച്ചു നേരം അനക്കമില്ല. ശങ്കരേട്ടനും സുഖമാണ്. പിന്നെയും അവളുടെ അനക്കമൊന്നുമില്ലാതെ ആയപ്പോൾ എല്ലാവരുടെയും വിശേഷം തിരക്കി കഴിഞ്ഞോ? ഇവിടെ അവർ മാത്രമല്ല, ഞാനും ഉണ്ട്. അങ്ങനെ പറയണമെന്ന് കരുതിയെങ്കിലും അങ്ങനെയാണ് വായിൽ നിന്നും വന്നത്. സോറി സർ. സാറിന് സുഖമല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതിന് വേണ്ടിയുള്ള അന്വേഷണം ആവശ്യമില്ല. തന്നോട് ആ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും സുഖവിവരം അന്വേഷിക്കണമെങ്കിൽ തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. അതും പറഞ്ഞുകൊണ്ട് ആദി കോൾ കട്ടാക്കി. രാത്രിയിൽ ഹരി കഴിക്കാനിരുന്നിട്ടും ഹരിണിയെ കാണാതെ അന്വേഷിച്ചു വരുമ്പോഴാണ് തലയണയിൽ മുഖം അമർത്തി കിടന്ന് കരയുന്നവളെ കാണുന്നത്. അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന രമണിയെല്ലാം എടുത്തു വെച്ചു. കട്ടിലിൽ അടുത്ത് ഇരുന്ന് തലയിൽ തലോടുമ്പോൾ ഹരിണി മുഖമുയർത്തി നോക്കി. കണ്ണുനീർ ഉണങ്ങിയ പാടുകൾ മുഖത്തും കണ്ണും വീർത്തിരിക്കുന്നു. മോളെ എന്തായത്? ഹരിയുടെ ശബ്ദം ഇടറിപ്പോയി. ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ. എനിക്കറിയില്ലേ നിന്റെ മുഖമൊന്ന് വാടിയാൽ. അങ്ങനെ ഒന്നുമില്ല, ഏട്ടന് വെറുതെ തോന്നുന്നതാ. അപ്പോഴേക്കും ഏട്ടൻ്റെ മുന്നിൽ ധൈര്യശാലിയായി മാറി അവളുടെ കണ്ണുകൾ അറിയാതെ പെയ്തു പോയി. ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ചേട്ടാ. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി. ഹരിയുടെ നെഞ്ചിൽ ചേർന്ന് ഹരിണി കരയുമ്പോൾ ഹരിയും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. പലതവണ ഇഷ്ടവും പറഞ്ഞ് അവൻ്റെ മുന്നിൽ ചെന്നപ്പോഴൊക്കെ അവൻ പറഞ്ഞതല്ലേ ഹരിണി, നീ അവൻ അനിയത്തിയുടെ സ്ഥാനത്താണെന്ന്. അങ്ങനെയുള്ളവരോട് ഞാൻ എങ്ങനെ പറയും? ഇഷ്ടവും സ്നേഹവും നമുക്ക് ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരുമായിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ആരുടെയും പുറകെ നടന്ന് നേടിയെടുക്കാവുന്ന ഇഷ്ടത്തിന് വിലയുണ്ടാവുമില്ല. അതൊക്കെ നീ മനസ്സിലാക്കി വേണം ഇനി പെരുമാറാൻ. ഏട്ടൻ
നിന്നെ ഉപദേശിക്കാൻ മാത്രമേ കഴിയൂ. തീരുമാനമെടുക്കുവാനുള്ള അധികാരം നിനക്കാണ്. പ്രവർത്തിക്കേണ്ടത് നീയാണ്. ഒരാൾ നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ അതിനർത്ഥം അവർക്ക് നമ്മളെ വേണ്ടെന്ന് തന്നെയാണ്. നമ്മൾക്കത് മനസ്സിലാവാത്തത് അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഇവിടെ നിന്റെ ഇഷ്ടം അസ്ഥാനത്താണ് ഹരിണി. നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചർച്ചയുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം ഇന്നത്തോടുകൂടി ഇവിടെ കഴിയണമെന്നാണ്